ഹലോ സുഹൃത്തുക്കളെ, സാൻടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫിയറ്റ് എലഗൻ്റ് എന്നുള്ള മോഡലിൻ്റെ ഡോർ ഗ്ലാസ് ഫ്രെയിമിൻ്റെ അലുമിനിയം ബീഡിങ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഞാനിത് ഉണ്ടാക്കാനുള്ള കാരണം ഇതിപ്പോൾ ഉണ്ടായിരുന്ന ബീഡിങ് ഒക്കെ നുറുങ്ങ് കഷ്ണങ്ങളായിരുന്നു, ഒക്കെ മുറി പീസുകളായിരുന്നു. അത് ഇതുമ്പോൾ തിരിച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാർട്ടീനെ ഏൽപ്പിച്ചതായിരുന്നു. ആൾ ഉണ്ടാക്കി തരാമെന്ന് വാക്കും പറഞ്ഞ. അങ്ങനെയാണ് ഞാനിത് ഏറ്റെടുത്തത്. കസ്റ്റമറുടെ അടുത്ത് പറയുകയും ചെയ്തു. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം പരീക്ഷിച്ചത് അലുമിനിയം ഷീറ്റ് വാങ്ങി വളച്ച് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അതൊരു പരീക്ഷണം നടത്തി കുറച്ച് കാശും പോയി, വിജയിച്ചില്ല, വിചാരിച്ച മാതിരി വന്നില്ല. അപ്പോൾ ഞാൻ അലുമിനിയം പൈപ്പ് വാങ്ങി അത് നെടുക കീറി അത് റോൾ ചെയ്യാനായിട്ടൊരു റോളർ മെഷീൻ തന്നെ ഞാൻ ഉണ്ടാക്കി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റോളർ. ഈ പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ പിരിഞ്ഞ് പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് വരണം, അത് ഒരേ സൈഡിൽ. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് തന്നെ ഇതിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയതാണത്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ അങ്ങേപ്പുറത്ത് മറുവശത്ത് മുറിയാണ്ട് നോക്കണം. പിന്നെ ഈ അലുമിനിയം പൈപ്പാകുമ്പോൾ നമ്മൾ സാധാ കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജ് ഇങ്ങനെ പിസറുകൾ നിൽക്കും. ആ പിസറൊക്കെ പേപ്പർ ഡിസ്ക് എടുത്ത് അതൊക്കെ ഫയൽ ചെയ്ത് ക്ലിയറാക്കി എടുത്തതിന് ശേഷം വേണം റോളറിൽ ഇട്ട് വളയ്ക്കാനായിട്ട്. റോളറിൽ വളയ്ക്കുമ്പോഴും രണ്ടാൾ വേണം. അതായത് അത് പിരിയാൻ പാടില്ല. പിരിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വീതി കുറഞ്ഞു പോകും. എത്രയായാലും കഷ്ടപ്പെട്ടതിന് ഗുണമുണ്ടായി. 1-2 പാർട്ടിക്കാർ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് റോളറിൽ വെച്ച് ഫസ്റ്റ് ചെയ്യുന്നത് യു ഷേപ്പാക്കണം. ഇത് റൗണ്ട് ഷേപ്പല്ലേ ഉണ്ടായിരുന്നത്, അതങ്ങനെ യു ഷേപ്പാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പാണ് ഇത് വളച്ച് ഫ്രെയിമിന് മാച്ചാക്കി എടുക്കേണ്ടത്. ആദ്യം ഉണ്ടാക്കുമ്പോൾ 1-2 ഡാമേജായിപ്പോയി. ഇതിപ്പോൾ 8 പീസിന് ഒരു 10-12 പീസ് ഉണ്ടാക്കിയിട്ടാണ് 8 പീസ് നല്ലത് കിട്ടിയത്. പിന്നെ ഈ അലുമിനിയം പൈപ്പായതുകൊണ്ട് പെട്ടെന്ന് ഒടിയാനും മുറിയാനും ഒക്കെ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് ഇട്ടാണ് ഇത് ചെയ്തത്. ഇത് വളയ്ക്കുമ്പോൾ ഓരോ വളവ് വളയ്ക്കുമ്പോഴും ഇതിന് ഞാൻ ഗ്ലാസിൻ്റെ ഫ്രെയിമിന് മാച്ചാക്കിയിട്ടൊരു സ്കെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്കെച്ച്, അതായത് ടെംപ്ലേറ്റ്, അതുമ്മ വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോന്നും വളയ്ക്കുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ വളവ് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത് റിട്ടേൺ വളവ് നീർത്താൻ പറ്റില്ല. വളഞ്ഞു കഴിഞ്ഞാൽ നീർത്തുമ്പോൾ അത് കേടായിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ വളവ് കഴിയുമ്പോഴും അതിൻ്റെ ആ സ്കെച്ച് വെച്ച് നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് വളയ്ക്കാനായിട്ട്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെന്നേ ഞാനതിനാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഇതിന് സഹായത്തിന് നിൽക്കുന്ന ആൾ ഒന്നും പറയാനില്ല കേട്ടോ. ആള് മുട്ടണ്ട, നല്ല കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ആളായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ക്ഷമ വേണം. ഇത്തരം പണി ചെയ്യുമ്പോൾ തിക്കും തിരക്കടിച്ച് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റേതായ ക്ഷമയോട് കൂടിയിട്ട് സാവകാശം ചെയ്താൽ അത് വൃത്തിയാവുള്ളൂ. ഈ വണ്ടിക്ക് ഇപ്പോൾ ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ ഡിക്കിയിലെ ലോക്ക്, ഹാൻഡിൽ, പിന്നെ അതുപോലെ തന്നെ സൈഡ് ബോഡിയിൽ വരുന്ന സ്റ്റീൽ മോൾഡിങ്, ഇതെല്ലാം ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അത് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ റിയർ ബമ്പറും നമ്മൾ ഉണ്ടാക്കി പ്ലേറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ആ ഗ്രില്ലിൻ്റെ സെൻറ്ററിൽ വരുന്ന ഫോഗ് ലാമ്പ്, അത് നമ്മൾ വേറൊരു ലൈറ്റ് മേടിച്ച് ഇതിന് സൂട്ടബിളാക്കി എടുത്തതാണ്. പിന്നെ ഹെഡ് ലൈറ്റ് റിങ്, അതും വേറെ റിമ്മ് മേടിച്ച് ഇതിന് സൂട്ടബിളാക്കി എടുത്തതാണ്. ഇത്തരം വണ്ടി പണിയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇത് കാണുന്നവർക്ക് നല്ല ചില്ലായിരിക്കും, പണിയെടുക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഞാൻ ഈ വണ്ടി പണിയിന് ഫുള്ള് വീഡിയോ റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. അത് കാരണം ഞാൻ ഓരോ വർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്.
ഇത് കാണുന്നവർക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇതിനോട് താല്പര്യമുള്ളവരെ കാണുള്ളൂ. എൻ്റെ ഇത്തരം പണികളൊക്കെ കണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ മോൾഡിങ് ഉണ്ടാക്കണത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ കസ്റ്റമർ ഇതൊന്നും വേണ്ട, പഴയ തന്നെ പിടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷെ എൻ്റെ മനസ്സ് അനുവദിക്കണില്ലേ. അത് അത്രയും മോശമായ ബീഡിങ് ആയിരുന്നു. ഒക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട്, ഒന്നോ രണ്ടോ എണ്ണം തമ്മിൽ ഭേദം എന്ന് പറയാനായിട്ട് ഇത്തിരി മെച്ചപ്പെട്ടതുള്ളൂ. ബാക്കി എല്ലാം അത് മുറിക്കഷ്ണങ്ങളാണ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? എനിക്കത് പിടിപ്പിക്കാനായിട്ട് മനസ്സനുവദിക്കണില്ല. ഞാൻ അത് എത്ര കഷ്ടപ്പെട്ടായാലും സംഭവം ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റാക്കിയത്. ഇതിൻ്റെ റോളർ മെഷീൻ ഉണ്ടാക്കുമ്പോഴും ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ അലുമിനിയം പൈപ്പാകുമ്പോൾ ഒരിക്കലും ഈ റോളറ് നൈലോണിൻ്റെ റോളറ് ഒന്നുകിൽ ലൈത്തിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് വരും. ഞാനിപ്പോൾ അത് ഈ ഒരു വണ്ടിക്ക് വേണ്ടി മാത്രം ചെയ്തതുകൊണ്ട് PVC ആണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. PVC നമ്മൾ തന്നെ ഡ്രില്ലിൽ പിടിപ്പിച്ച് കട്ട് ചെയ്ത് എടുക്കാമായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൽ എനിക്ക് ആകെ കൂടിയൊരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറേ കൂടെ വയസ്സായി കഴിയുമ്പോൾ ഞാൻ ഇത്തരം വർക്കുകളൊക്കെ ഞാൻ ചെയ്തിരുന്നു എന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താം. പിന്നെ ഒരു കാര്യം, ധാരാളം വർക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ഇത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ദൈവം സഹായിച്ച് ഒരുപാട് വർക്കുണ്ട്, ഒരുപാട് എൻക്വയറിയും വരുന്നുണ്ട്. എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സൊന്നും അധികം വരുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.